പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായി കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമടിയനെ ബലപ്പെടുത്തി എൻ്റെ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നപ്പോൾ ദൈവമടിയൻ്റെ ഹൃദയത്തിൽ നൽകിയൊരു ചിന്ത, ഒരു വചനം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അതിനേലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇന്ന് പകൽക്കാലം ഈ ഒരു വചനമാണ് അടിയൻ്റെ ഉള്ളത്തിൽ ദൈവം നൽകി തന്ന ഒരു ആലോചനയായി നൽകി തന്നത്. അതിലെ ആ ഒരു വേടാണ് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രത്യേകമായി എടുത്തു നൽകി. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവമക്കളെ, പലപ്പോഴും പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ മുഖങ്ങൾ വാടാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്. എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെയും ആ ഒരു മാനസികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഭാരം കയറി വരുമ്പോൾ നമ്മുടെ മുഖങ്ങൾ വാടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളാവുന്ന നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു തേജസ്സിനാൽ നിറഞ്ഞ് നമ്മുടെ മുഖത്ത് ഒരു ദൈവ തേജസ് നമ്മളെ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ ഒരു ആലോചനയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളുടെ മുഖങ്ങൾ വാടുവാൻ ശത്രു എത്ര വിധത്തിലുള്ള ഹല്ലേലൂയ ഒരു പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ വാടിക്കൊഴിഞ്ഞു പോകുന്ന പൂക്കളെ പോലെ ആകുവാനല്ല ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനവുമായി നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളുടെ മുഖം വാടുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുന്ന ദൈവമല്ല. ശത്രു നമ്മുടെ മുഖങ്ങളെ വാടിക്കളയുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മുടെ തലമുറകളെ ചിന്തിച്ച് കളയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കടന്നു വരുമ്പോൾ അതിന് നടുവിൽ ഹല്ലേലൂയ ആ പ്രതികൂലങ്ങളെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി ഈ നാളുകൾ നമ്മൾ സംഭരിച്ച് അതിനെ മറികടക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നേറുന്നു എങ്കിൽ ആ മുഖങ്ങളെ വാടുവാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ലെന്ന് ഒരിക്കൽ കൂടി വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ ഞാൻ പറയുകയാണ്. വചനം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി മുഖങ്ങൾ നമ്മളുടെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ദൈവം നമുക്ക് നൽകി തരും. ഒത്തിരി സ്ത്രീകളുടെ മുഖങ്ങൾ നമ്മൾ സ്തോത്രം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രൂത്തിന്റെ മുഖം സ്തോത്രം, അതുപോലെ മറിയ, മാർത്ത പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അതുപോലെ തന്നെ സാറ, അങ്ങനെ ഒത്തിരി സ്ത്രീജനങ്ങളെ നമ്മൾ വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. രൂത്തിൻ്റെ മുഖം വാടിയിരുന്നതായി നമ്മൾ കാണുന്നില്ല. രൂത്ത് ധൈര്യത്തോട് ഇറങ്ങി പുറപ്പെട്ടു. ആ പ്രതിസന്ധിയെ വേണമെങ്കിൽ അവൾക്ക് അത് അവോയ്ഡ് ചെയ്ത് അത് മാറിപ്പോകാമായിരുന്നു. അന്ന് നവോമിയെ വിട്ട് അവൾ മാറിപ്പോയിരുന്നെങ്കിൽ അവൾക്ക് പിന്നെയും ചിലപ്പോൾ ഒരു ബെറ്ററായിട്ടുള്ള ലൈഫ് ചിലപ്പോൾ അവൾക്ക് ലഭിക്കാമായിരുന്നിരിക്കാം. എന്നാൽ ആ ദൈവത്തിൻ്റെ പദ്ധതിക്കായി അവൾ ഏൽപ്പിച്ചു കൊടുത്ത് ആ നവോമിയോട് ചേർന്ന് രൂത്ത് നിന്ന് പ്പോൾ പലതിൻ്റെ അവകാശിയായി, പലതിൻ്റെ വരും ഒരു ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ തന്നെ, യേശു ക്രിസ്തുവിൻ്റെ തന്നെ ഒരു മുത്തശ്ശി ഒരു ഗ്രാൻഡ് മദറായിട്ട് പിന്നത്തേതിൽ രൂത്തിനെ മാനിക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അതുപോലെ മാർത്ത, മറിയം നമ്മൾ ആ പുതിയ നിയമത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർത്ത പലതിനെ ചൊല്ലി ഭാരപ്പെട്ടു. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉറപ്പോടെ നിന്നു. ആ പ്രതിസന്ധിയുടെ നടുവിലും വീണു പോകാതെ അവൾ ഉറച്ചു നിന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് പ്രാപിക്കുന്ന ഒരു എരിവുള്ളവളാക്കി അവൾ നിന്നപ്പോൾ ദൈവം അവളെ മാനിച്ചു. സ്തോത്രം. നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പലതിനെ ചൊല്ലി നമ്മൾ ഭാരപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മുടെ മുഖങ്ങൾ വാടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ നാമത്തിൽ
നമ്മൾ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് ഹാലേലുയ എത്ര പ്രതിസന്ധികൾ നമ്മുടെ നമ്മളെ വിഴുങ്ങുവാൻ കടന്നു വന്നോട്ടെ, പിമ്പിൽ ഫറവോൻ, മുമ്പിൽ ചെങ്കടൽ എന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മൾ മുമ്പിൽ കടന്നു വന്നോട്ടെ, എന്നാൽ ഹാലേലുയ അതിലെ മുങ്ങിപ്പോകാതെ വണ്ണം നമ്മൾ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ദൈവമക്കളെ ഹാലേലുയ സ്തോത്രം, നമ്മുടെ മുഖം ദൈവം മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ മുഖം ഹാലേലുയ ലജ്ജിച്ച് കുനിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ പട്ടുപോയ ഹാലേലുയ ഒരു വ്യക്തിയെ പോലും നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ദൈവത്തിന് വേണ്ടി നിന്ന് പട്ടുപോയ ഒരു വ്യക്തിയെ പോലും നമ്മൾ കാണുന്നില്ല വചനത്തിൽ. ഹാലേലുയ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാലേലുയ നമ്മൾ ഈ വചനവും എടുത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഹാലേലുയ ദൈവം നമ്മളെ ലജ്ജിപ്പാനല്ല നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, അവൻ്റെ നാമത്തിനെ ഹാലേലുയ മാനിക്കുവാൻ തക്കവണ്ണം, നമ്മളിലൂടെ ദൈവത്തിൻ്റെ മാന്യത വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഹാലേലുയ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. ഹാലേലുയ ജീവിതത്തെ പല പ്രതിസന്ധികൾ കടന്നു വരാം, പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ കടന്നു വരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് പറഞ്ഞതുപോലെ ദേശത്ത് ഞെരുക്കുന്ന ശത്രു നമ്മളെ വിഴുങ്ങുവാൻ തക്കവണ്ണം കടന്നു വരാം. എന്നാൽ അതിലൊന്നും നമ്മൾ വീണു പോകാതെ ക്ഷീണിച്ചു പോകാതെ നമ്മൾ ഉറപ്പും ധൈര്യത്തോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ജയം പ്രാപിക്കുന്നുവെങ്കിൽ പർവ്വത സമാനമായ എത്ര വലിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ഹാലേലൂയ ദൈവം അതിനെല്ലാം ഓവർകം ചെയ്യുവാനുള്ള കൃപ, ഒരു ഹാലേലൂയ സ്തോത്ര അഭിഷേകം ഈ ദിവസങ്ങളിൽ നമ്മളിൽ പകരുക തന്നെ ചെയ്യും. ഓ റിഖബല ഹത്തുന രഗടകസിയാറവ. ഇന്ന് ഹാലേലു പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഹാലേലുയ ഈ മെസ്സേജ് കേട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഹാലേലു ഭവനത്തിൽ ആയിരിക്കുന്നിടങ്ങളിലായിരിക്കുന്നോ, ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായി പറയുന്നു ഹാലേലുയ സ്തോത്രം, നീ കടന്നു പോകുന്ന വഴികൾ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര വലിയതായിക്കൊള്ളട്ടെ, ഹാലേലു മനുഷ്യൻ്റെ കണ്ണിന് ഹാലേലുയ ഓവർകം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെയാണ് നീ കടന്നു പോയിക്കൊള്ളട്ടെ. എന്നാൽ ദൈവ പൈതൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നു. നീ വചനത്തെ നീ ഉറച്ചു നിൽക്കുന്നു, ഈ വചനം ഹാലേലുയ നീ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന വിഷയത്തെ ദൈവം ഹാലേലുയ അത് പർവ്വത സമാനമായാലും അത് സമഭൂമിയാക്കി നിന്റെ കൈകളിൽ തരാൻ പോവുകയാണ്. ഈ വർഷം അതിൻ്റെ ഒടുവിലത്തെ ദിനത്തിൽ കടന്നു പോകുന്നു. ഹാലേലുയ വർഷത്തിൻ്റെ അവസാനം നീ പറയുവാൻ ഒന്നുണ്ടാകും, ഒരു സാക്ഷ്യം നിന്നിൽ പുറപ്പെടും. ഹാലേലുയ സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. അത് ഹാലേലുയ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ ഹാലേലുയ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ ദൈവം മാറ്റി ഹാലേലുയ ചിലതിനെ താഴി ഇറക്കി ഹാലേലുയ സ്തോത്രം. നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഹാലേലുയ സ്തോത്രം. ഇന്ന് പകൽക്കാലം മുഖം വാടിയിരിക്കുന്ന ആരെങ്കിലും ഹാലേലുയ വചനം കേൾക്കുന്നുവെങ്കിൽ ഹാലേലുയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹാലേലുയ സ്തോത്രം. ഉറപ്പോടെ നിന്നാട്ടെ. ഹാലേലുയ ദൈവം എന്നെ മാനിക്കുന്ന ദിനങ്ങളാണ് വരുന്നതെന്ന് ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലുയ നിന്റെ വാതിലുകളെ അടച്ച് രഹസ്യത്തിൽ നിന്ന് നിലവിളിക്കുന്ന നിന്റെ വിഷയത്തിന് നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവം ചില അഴിച്ചുപണികളെ, ചില പ്രവർത്തികളെ ദൈവം അഴിച്ചുവിടുകയാണ്. ഹാലേലുയ ചില ചെങ്കടൽ ചിലരുടെ മുമ്പിൽ വഴിമാറുകയാണ്. ചില ഫറവോന്യ നുഖങ്ങൾ ചിലതെല്ലാം താളടിയാവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ചിലരുടെ മേൽ ദൈവം അയക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. എല്ലാവരെയും ഹാലേലുയ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് ദൈവം ഹാലേലുയ പിന്നെയും ദൈവ സന്നിധിയിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാലേലുയ വചനത്തിനായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആമേൻ.